ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും യൂട്യൂബ് യൂസ് ചെയ്യുന്നവരാണ്. എന്നാൽ നമ്മൾ ശ്രദ്ധിക്കാതെ ഇരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മൾ ഇപ്രകാരം യൂട്യൂബിൽ നമ്മൾ കണ്ട ഏതൊരു കാര്യവും മറ്റുള്ളവർക്ക് കാണാൻ സാധിക്കും. അതായത് നമ്മുടെ ഹിസ്റ്ററിയിൽ പോവുകയാണെങ്കിൽ നമ്മൾ ഇത്രനാൾ കണ്ടതെല്ലാം തന്നെ മറ്റുള്ളവർക്ക് ആക്സസ് ചെയ്യാനെല്ലാം സാധിക്കും. അതുപോലെ നമ്മുടെ റെക്കമെൻഡേഷനിൽ നമ്മൾ എത്തരത്തിലുള്ള വീഡിയോസ് എല്ലാമാണ് കാണുന്നത്, അതിൻ്റെ റെക്കമെൻഡേഷൻ എല്ലാം ലഭിക്കാം. അതിനാൽ തന്നെ നിങ്ങളുടെ മൊബൈൽ മറ്റുള്ളവർ ആരെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികൾ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും എല്ലാം നിങ്ങളുടെ മൊബൈൽ എടുക്കുമ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ ഏത് വീഡിയോ എല്ലാമാണ് കണ്ടിരിക്കുന്നത് ഇതെല്ലാം അവർക്ക് സജഷനിൽ പോവുകയും അല്ലെങ്കിൽ ഇത്തരത്തിൽ ഹിസ്റ്ററിയിൽ നിന്നും ഇത് അവർക്ക് കാണാനെല്ലാം സാധിക്കും. അതിനാൽ തന്നെ യൂട്യൂബിൽ നമ്മൾ നമ്മുടെ ഹിസ്റ്ററി എല്ലാം എങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇതുവരെ നിങ്ങൾ ഈ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യുക. ഇതിനായി നമ്മൾ ഇവിടെ യൂട്യൂബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഈ സെറ്റിംഗ് ഐക്കൺ ഇവിടെ മുകളിൽ വന്നിരിക്കുന്നത് കാണാം. ഈ സെറ്റിംഗ്സ് എന്നതിൽ ടാപ്പ് ചെയ്യുക. ഇപ്രകാരം ടാപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ മാനേജ് ഓൾ ഹിസ്റ്ററി എന്നൊരു ഓപ്ഷൻ വന്നിരിക്കുന്നത് കാണാം. അപ്പോൾ ഇതിൽ ടാപ്പ് ചെയ്യുക. ഇപ്രകാരം ടാപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ താഴേക്ക് വന്നിരിക്കുന്നത് കാണാം. ഇവിടെ ഞാൻ കണ്ട വീഡിയോസിൻ്റെ ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാമാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇപ്രകാരം നിങ്ങൾ കണ്ടിരിക്കുന്ന വീഡിയോസ് എല്ലാം നിങ്ങളുടെ ഹിസ്റ്ററിയിലും ഇതുപോലെ കാണാൻ സാധിക്കും. അതിനാൽ തന്നെയാണ് ഇത്തരത്തിൽ നമ്മൾ കണ്ടിരിക്കുന്ന ഈ വീഡിയോസ് എല്ലാം ഇത് എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ഒരു വീഡിയോ എല്ലാമാണ് റിമൂവ് ചെയ്യേണ്ടതെങ്കിൽ ഇപ്രകാരം ഇത് സ്ക്രോൾ ചെയ്ത് വന്ന് നിങ്ങൾക്ക് ഏത് വീഡിയോ ആണ് റിമൂവ് ചെയ്യേണ്ടത് ആ വീഡിയോയ്ക്ക് മുകളിലുള്ള ഈ ഇൻറ്റു മാർക്കിൽ പ്രസ് ചെയ്യാം. ഉദാഹരണമായി ഞാൻ ഇവിടെ ഈ ഇൻറ്റു എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഇത് ഡിലീറ്റ് എന്ന് കൊടുക്കുകയാണ്. ഇപ്പോൾ ആ ഒരു വീഡിയോ മാത്രമായി ഇവിടെ നിന്നും ഡിലീറ്റ് ആയിട്ടുണ്ട്. അതുപോലെ ഡിലീഷൻ കംപ്ലീറ്റഡ് എന്നൊരു മെസ്സേജ് നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം ഓക്കെ എന്ന് കൊടുത്താൽ ഇപ്രകാരം നമുക്ക് ഓരോ വീഡിയോസ് എല്ലാമായി നമുക്ക് ഹിസ്റ്ററിയിൽ നിന്നും നമുക്ക് റിമൂവ് ചെയ്യാം. എന്നാൽ ഇപ്രകാരം നമുക്ക് ആവശ്യമില്ലാത്ത വീഡിയോ ഓരോന്നായി കണ്ടെത്തി നമുക്ക് ഡിലീറ്റ് ചെയ്യുക എന്നതെല്ലാം കുറേ ടൈം എല്ലാം എടുക്കുന്ന ഒരു കാര്യമാണ്. അതിനാൽ തന്നെ നമുക്ക് ഇത് മറ്റൊരു തരത്തിൽ എങ്ങനെയാണ് ഡിലീറ്റ് ചെയ്യുക എന്ന് നോക്കാം. ഇതിനായി നിങ്ങൾ ഇതുപോലെ ഇത് സ്ക്രോൾ ചെയ്ത് മുകളിലേക്ക് വരുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഡിലീറ്റ് എന്നൊരു ഓപ്ഷൻ വന്നിരിക്കുന്നത് കാണാം. ഇവിടെ ടാപ്പ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് 3 ഓപ്ഷൻസ് എല്ലാമാണ് ലഭിക്കുന്നത്. ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഡിലീറ്റ് ടുഡേ, അതായത് ഇന്ന് നമ്മൾ എന്തെല്ലാമാണ് കണ്ടിരിക്കുന്നത് അത് മാത്രമായി ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഡിലീറ്റ് ടുഡേ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിലൊന്ന് ടാപ്പ് ചെയ്ത് നോക്കാം. ഇപ്രകാരം ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് 1 ഡേ ഡിലീറ്റഡ്, അതായത് ഇന്ന് നമ്മൾ കണ്ടിരിക്കുന്ന എല്ലാ വീഡിയോസും ഇവിടെ ഡിലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇത് സ്ക്രോൾ ചെയ്ത് താഴേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് യെസ്റ്റർഡേ എന്ന് മാത്രമാണ് കാണിക്കുന്നത്. അതായത് ഇന്നത്തെ വീഡിയോസ്, ടുഡേ വീഡിയോസ് എല്ലാം തന്നെ ഡിലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ യെസ്റ്റർഡേ മുതലുള്ള ഹിസ്റ്ററി എല്ലാമാണ് പിന്നീട് അതിലിരിക്കുന്നത്. എന്നാൽ ഇപ്രകാരം നമുക്ക് അടുത്ത ഓപ്ഷൻ എന്താണ് എന്ന് നോക്കാം. ഇതിന് വീണ്ടും നമ്മൾ ഡിലീറ്റ് എന്നതിൽ പോയതിന് ശേഷം ഡിലീറ്റ് കസ്റ്റം റേഞ്ച് എന്നൊരു ഓപ്ഷൻ ലഭിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ആഫ്റ്റർ 2023, അതായത് ഇപ്പോൾ ഞാൻ ഇവിടെ ഉദാഹരണമായി ഡിസംബർ 1 എന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആഫ്റ്റർ ഡിസംബർ 1 എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഡിസംബർ 1-ാം തീയതിക്ക് ശേഷമുള്ള എല്ലാ വീഡിയോസും ഇവിടെ ഡിലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഇതിനായി നമ്മൾ ഇത് സെലക്ട് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്ന് ടാപ്പ് ചെയ്ത് നമുക്ക് ഇപ്രകാരം ഡിലീറ്റ് ചെയ്യാം. ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനു താഴെയായി വന്നിരിക്കുന്നത് ബിഫോർ എന്ന ഓപ്ഷനാണ്. ഇപ്പോൾ ബിഫോർ 1 എന്നാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ഡിസംബർ 1-ന് മുമ്പേയുള്ള എല്ലാ വീഡിയോസും നമുക്ക് ഇതിൽ നിന്നും ഡിലീറ്റ് ആകുമെന്നാണ് പറയുന്നത്. അതായത് 2023 ഡിസംബർ 1-ാം തീയതിക്ക് മുമ്പുള്ള എല്ലാ വീഡിയോസും നമുക്ക് ഇപ്രകാരം ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് കസ്റ്റം റേഞ്ച് എല്ലാം സെറ്റ് ചെയ്തു നിങ്ങളുടെ ഹിസ്റ്ററി എല്ലാം ഡിലീറ്റ് ചെയ്യാം. ഇനി അടുത്തതായി നമുക്ക് ഡിലീറ്റ് എന്നതിൽ പോവുകയാണെങ്കിൽ ഡിലീറ്റ് ഓൾ ടൈം എന്നൊരു ഓപ്ഷൻ ലഭിക്കും. ഇത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇത്രയും നാൾ നമ്മൾ കണ്ട എല്ലാ വീഡിയോസും, അതായത് എല്ലാ ഹിസ്റ്ററിയും ക്ലീൻ ആകുമെന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇപ്രകാരം നമുക്ക് ഇത് ഡിലീറ്റ് എന്ന് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഡിലീഷൻ കംപ്ലീറ്റഡ് ഓക്കെ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ നോ ആക്ടിവിറ്റി, അതായത് അവിടെ വേറെ ഒരു വീഡിയോ ഹിസ്റ്ററിയും ഇപ്പോൾ നിലവിലില്ല. അപ്പോൾ ഈ 3-ാമത്തെ ഓപ്ഷനാണ് നമ്മൾ ഇതിനു വേണ്ടി സെലക്ട് ചെയ്യുന്നത്.
ഇനി നിങ്ങൾക്ക് ഇപ്രകാരം ഓട്ടോമാറ്റിക്കായി നിങ്ങളുടെ വീഡിയോ ഹിസ്റ്ററി എല്ലാം ഡിലീറ്റ് ആക്കണമെങ്കിൽ അതിനുള്ള ഓപ്ഷനും നമുക്കിവിടെ ലഭിക്കും. ഇതിനായി നമ്മൾ ചെയ്യേണ്ടത് ഓട്ടോ ഡിലീറ്റ് എന്നൊരു ഓപ്ഷൻ ഇവിടെ വന്നിരിക്കുന്നത് കാണാം. ഇതിൽ ടാപ്പ് ചെയ്യുക. അതിനുശേഷം ഓട്ടോ ഡിലീറ്റ് ആക്ടിവിറ്റി ഓൾഡർ ദാൻ 3 months എന്ന് വന്നിട്ടുണ്ട്. അതായത് 3 മാസത്തിൽ കൂടുതൽ പഴക്കമുള്ള എല്ലാ വീഡിയോസിൻ്റെ ഹിസ്റ്ററിയും ഓട്ടോമാറ്റിക്കായി ഡിലീറ്റ് ആകുമെന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ നമുക്ക് ഇത് ചേഞ്ച് ചെയ്ത് 18 മാസം 36 മാസം ഇങ്ങനെയെല്ലാം ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനും ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളുടെ മൊബൈലിൽ ഇതുപോലെ ഡോണ്ട് ഓട്ടോ ഡിലീറ്റ് ആക്ടിവിറ്റി എന്നാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോ ഡിലീറ്റ് എല്ലാം വേണമെങ്കിൽ ഓട്ടോ ഡിലീറ്റ് എന്ന് സെലക്ട് ചെയ്ത് മന്ത്സ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത് ഓട്ടോ ഡിലീറ്റ് ആക്ടിവിറ്റി ഓൾഡർ ദാൻ 3 months എന്നാണ്. അതിനുശേഷം നെക്സ്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രിഫറൻസ് ഇവിടെ സേവ് ആയിട്ടുണ്ട്. ഇപ്രകാരമാണ് നമ്മൾ നമ്മുടെ യൂട്യൂബിലുള്ള നമ്മൾ ചെയ്തിരിക്കുന്ന ആക്ടിവിറ്റി അല്ലെങ്കിൽ നമ്മൾ കണ്ടിരിക്കുന്ന വീഡിയോ ഇതിൻ്റെ ഹിസ്റ്ററി എല്ലാം റിമൂവ് ചെയ്യുന്നത്. നിങ്ങൾ ഇതുവരെ ഈ ഒരു കാര്യമൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഇത്തരത്തിൽ നിങ്ങളുടെ യൂട്യൂബ് ഹിസ്റ്ററി എല്ലാം ക്ലീൻ ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഈ ഒരു വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്